ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഞ്ചും കൂടെ ഉണ്ടാക്കിയെടുത്താലോ? അത് നമുക്കൊരു 15 മിനിറ്റ് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മസാല റൈസാണ് കേട്ടോ. നമ്മളിത് കടല വെച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ്. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ചിന് കൊടുത്തു വിടാനും നല്ലതാണ് കേട്ടോ, ടിഫിനിലൊക്കെ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് ഒരു 2 കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബസ്മതി റൈസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. ഈ ഒരു അരി ഒന്ന് കഴുകിയെടുത്ത ശേഷം നമുക്കൊരു 10 മിനിറ്റ് അരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവ കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് നെയ്യും കൂടെ വരുമ്പോൾ. ഈ ഒരു ഓയിലും നെയ്യും കൂടെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഈ റൈസിന്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പീസ് ഏലക്കായ, 2 പീസ് ഗ്രാമ്പു, 2 പീസ് പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സ്പൈസസ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതാക്കി അരിഞ്ഞാട്ട് എടുത്തിട്ടുള്ളത്. ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്നാലേ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞാട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്താലും കുഴപ്പമില്ല. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വലിയ തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളി എടുത്തിട്ടുള്ളത്. തക്കാളി ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തക്കാളിയും കൂടെ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു മസാലയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ട് നല്ല ഒരു പേസ്റ്റായിട്ട് വരണം കേട്ടോ. ഒരു 2-3 മിനിറ്റാണ് ഞാനിത് അടച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കാണ്. ഞാൻ 1 ക്യാപ്സിക്കാട്ട് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കും കൂടെ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഒരു റൈസിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു ക്യാപ്സിക്കും അതുപോലെ ഈ ഒരു ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവറുമാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് ക്യാപ്സിക്കം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലപ്പൊടികൾ നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മളിത് ഗരം മസാല ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതിന് ബിരിയാണീൻ്റെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളത് 1 പ്രാവശ്യങ്ങളും ഉണ്ടാക്കണം കേട്ടോ. ഈ ഒരു മസാല റൈസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ റൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് കടല വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടത്. ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കടലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു കടലും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അരിയല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ 4 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ചോറ് വെക്കുന്ന അരി എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കുക കേട്ടോ. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഈ റൈസിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളൊരു 10 മിനിറ്റ് ആയപ്പോൾ റൈസ് വെള്ളത്തിൽ നിന്ന് ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. റൈസിന് വേണ്ട വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് അളവിൽ മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ റൈസിന്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മുതൽ 12 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 12 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ മസാല റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല ഫ്ലേവറുമാണ് കേട്ടോ. നിങ്ങൾ 1 പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് റൈസൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല റൈസൊക്കെ നല്ല വേറിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ മസാല റൈസാണ്. നമുക്കിത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും നല്ലതാണ്. നമുക്ക് എന്താ പറയുക, മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് തൈരും അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നോൺ വെജിൻ്റെ കൂടെ നിങ്ങൾക്ക് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം കേട്ടോ. നല്ല ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, എഗ് ഫ്രൈ ഇതിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. 1 പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങളിത് എന്തായാലും വീണ്ടും ഉണ്ടാക്കും കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ റൈസാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്